ഹലോ മിസ്സസ് കപൂർ, ഹൗ ആർ യു? ഇന്ന് വളരെ അത്യാവശ്യമാണോ? ഓ ഇല്ല ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഇന്ന് വളരെ അത്യാവശ്യമാണോ? ഓ നോ, ഞാനത് മറന്നു പോയല്ലോ. എന്തു പറ്റി മാഡം? എനിക്ക് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ഓഫീസിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. മിസ്സസ് കപൂർ ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. മാഡം, നിങ്ങൾ ഈ പേപ്പർ ഓഫീസിലേക്ക് എത്തിച്ചോളൂ. അവരെ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ഹണി, അതിഥിയാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അവൾ ഇന്ന് മാത്രമേ ഈ സിറ്റിയിൽ ഉണ്ടാവുകയുള്ളൂ. രാത്രി തിരിച്ചു പോവുകയും ചെയ്യും. എങ്കിൽ പേപ്പേഴ്സ് ഞങ്ങൾ കൊണ്ടെത്തിക്കാം. അതെന്തായാലും നന്നായി. നിങ്ങൾ 4 പേരും ഓഫീസിലേക്ക് പോ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരണം. ഓക്കേ മാഡം. ഇതാ, എന്നാ നിങ്ങൾ സൂക്ഷിച്ചു പോണം, കേട്ടല്ലോ? ഓക്കേ മാഡം. നിങ്ങളിത് ബോസിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം, കേട്ടല്ലോ? ഓക്കേ മാഡം. ജോർദാറേ, അത് ഫയലാണ്, അല്ലാതെ നോട്ട് കെട്ടൊന്നും അല്ല. ഇത് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ആണ്. ഇത് ചീത്തയാക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി, ഇത് മുഴുവൻ അഴുക്കായല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ആദ്യം പേപ്പർ പുറത്തെടുക്ക്. സംശയമുണ്ടോ? താങ്ക് ഗോഡ്, പേപ്പറിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ അവസ്ഥയിൽ നമുക്കിത് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എൻവലപ്പ് ചീത്തയായിരിക്കുകയാണ്. ഇത് വെള്ളത്തിൽ മുക്കി വൃത്തിയാക്കി എടുക്കാം. കഴുതേ, ഇത് വെള്ളത്തിൽ അങ്ങനെ മുക്കിയെടുത്താലേ അതോടുകൂടി ഇതിന്റെ പണി തീരും, മനസ്സിലായോ? ഇപ്പൊ തന്നെ ഇതിന്റെ പണി തീർന്നിരിക്കുകയല്ലേ? നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. മറ്റൊരു എൻവലപ്പിനകത്താക്കി ഇതിനെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ ഇതിന് പകരം മാഡം വേറൊന്നും തന്നില്ലല്ലോ. നമുക്കത് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇത് ശരിയാ. നമുക്ക് ഷോപ്പിലേക്ക് പോകാം. എടാ പിടിക്കേ, പേപ്പർ ഇതാ കാറ്റിൽ പറന്നു പോകുന്നു. ഈ പേപ്പർ എന്തിനാ ഇങ്ങനെ പറക്കുന്നത്? ഇതിന് ചിറക് വല്ലതും ഉണ്ടോ? എടാ, അത് കാറ്റത്ത് പറക്കുകയാണ്. വെറുതെ സംസാരിച്ച് നിൽക്കാതെ അതിനെ പിടിക്കാൻ നോക്കുക. അത് അങ്ങോട്ട് നോക്ക്, ആ മരത്തിന്റെ മുകളിലുണ്ട്. പോപ്പട്ടെ, നിനക്ക് പറക്കാൻ കഴിയല്ലോ. വേഗം പോയി അത് എടുത്തോണ്ട് വാ. നീ ഞങ്ങൾ ഒരുപാട് ടോട്ടിച്ചു. വേണ്ട പോപ്പട്ട്, കീറിപ്പോകും. പോപ്പട്ട് എങ്ങനെയാ കീറി പോവാ? എടാ കഴുതേ, പോപ്പട്ടല്ല, പേപ്പർ കീറിപ്പോന്ന പറഞ്ഞത്. ഞാൻ പോയൊന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ മാങ്ങ മുഴുവൻ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണല്ലേടാ. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. നിക്കടാ അവിടെ. ഇനി എങ്ങാനും എന്റെ മാവിന്റെ വീടിന്റെ ഏഴയിലൊക്കെ വന്നാ നിങ്ങളെ ഞാൻ വെറുതെ അവിടെ ഒന്ന് കരുതണ്ടാ.
രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. എന്നാൽ ആ പേപ്പർ നമ്മൾ എങ്ങനെ എടുക്കുക? അവിടെ പോയാൽ നല്ല തല്ലു വാങ്ങേണ്ടി വരും. സംശയമുണ്ടോ? ഇല്ലെങ്കിൽ മാഡം തീർച്ചയായിട്ടും ദേഷ്യപ്പെടും. അതാ പോകുന്നു പേപ്പർ. എടാ നിങ്ങൾ എന്റെ കച്ചവടം നശിപ്പിച്ചല്ലേടാ. ചേട്ടാ നിക്ക് നിക്ക്. പൂച്ചപ്പുറകെ വരുന്നുണ്ടല്ലോ. ഇന്ന് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, ഈ പിസ അവർക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഹായ്. എവിടേക്കാ പോകുന്നത്? നിൽക്ക് നിൽക്ക് നിൽക്ക്. അപ്പൊ ഇവരെ പിസ മോട്ടിക്കാൻ വന്നവരല്ലേ? പ്ലീസ് അത് കീറരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പേപ്പറാണ്. ഞങ്ങളെ മാഡം തന്നയച്ചതാണ്. കഴുതേ, ഇവരോട് എന്തിനാ പറഞ്ഞത്? ഈ പേപ്പർ ഇനി ഇവർ നമുക്ക് തരികയേ ഇല്ല. തീർച്ചയായും തരാം. ഈ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ ഓടി വന്നോളൂ. കേറിക്കോ വേഗം. എന്നെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നത്? ഞാൻ ദേ പോയി കഴിഞ്ഞു. ജോർദാർ വേഗം. പേപ്പർ കിട്ടിയേ മതിയാവൂ. സംശയമുണ്ടോ? സോർദാർ വേഗത്തിൽ ഓടിക്ക്. പോയി. അടുത്ത പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ ഓഫീസിലെത്തണം. സംശയമുണ്ടോ? കണ്ടോ, ഇതാ നമ്മൾ പുതിയതായിട്ടൊന്ന് വാങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ എന്താടാ ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് കരുതിയോ? മര്യാദക്ക് ആ പേപ്പർ ഇങ്ങനെ തന്നേക്ക്. ഇത് അത്ര പെട്ടെന്ന് നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇവരാരായിരുന്നാലും ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോവും. വേണ്ട ഹണി, നമുക്ക് അതിനൊന്നുള്ള സമയമില്ല. ഓ
നമുക്ക് പേപ്പർ അങ്ങ് കൊടുത്തേക്കാം. ഈ പേപ്പർ കാരണമാണ് എനിക്ക് സിഗ്നലിൽ വെച്ച് പണി കിട്ടിയത്. ഇപ്പോൾ എല്ലാം സമമായി കഴിഞ്ഞു. നീ എന്താണ് ഈ കാണിച്ചത്? ഇനിയിപ്പോ മാഡത്തിനോട് നമ്മൾ എന്താ പറയാ? അഹഹാ, പേടിക്കണ്ട, നമ്മൾ പറയും മേഡത്തിന്റെ പേപ്പർ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചെന്ന്. ബണ്ണി, നമ്മൾ എങ്ങനെയാണ് മാഡത്തിനോട് കള്ളം പറയുക? ദേ നോക്ക്, ഒറിജിനൽ പേപ്പർ. പക്ഷെ ആ പൂച്ച പേപ്പർ കീറി കളഞ്ഞില്ലേ? കഴുതേ, നിനക്ക് ഇനിയും കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ? അത് വേറെ പേപ്പർ ആയിരുന്നു. സംശയമുണ്ടോ? ആഹാ. പിന്നെ എന്തിനാണ് നീ ഇത്രയധികം ഡ്രാമ കളിച്ചത്? ആ പൂച്ചകളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് പേപ്പർ കൊടുത്ത് അവരെ പറ്റിച്ചത്. അതുകൊണ്ട് അവർ നമ്മളെ വിട്ടിട്ട് ഇവിടെ നിന്ന് പോയി. ഓടി ഓടി ഞാൻ തളർന്നു പോയി. പോപ്പട്ടെ, അതിന് നീ എപ്പോഴാ ഓടിയത്? നീ പറക്കല്ലേ ചെയ്തത്? വേഗം വേഗം നമുക്ക് മാഡത്തിന്റെ ഓഫീസിലേക്ക് പോകാം. Good morning, sir. വരൂ കുട്ടികളെ, എന്താണ് ഇവിടെ? സാർ, ഇന്ന് ഓഫീസിലേക്ക് മേഡത്തിന് വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അയച്ചത്. അവരുടെ ജോലി നിങ്ങൾ ചെയ്യാൻ പോവുകയാണോ? ഇല്ല സർ, ഈ പേപ്പർ അങ്ങേക്ക് തരാനായി ഞങ്ങളുടെ അടുത്ത് തന്നയച്ചതാണ്. എന്താ ഇത്? ഓഹോ ഹോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ്. ഓ, ഞാനത് സൈൻ ചെയ്ത് കഴിഞ്ഞു. മിസ് കാട്കറോട് പറയൂ, ഇത് ഗുപ്ത ആൻഡ് ഗുപ്ത സണിലേക്ക് കൊടുത്തേക്കാൻ. എന്ത്? ഈ പേപ്പർ വീണ്ടും ഞങ്ങൾ മാഡത്തിന്റെ അടുത്ത് എത്തിക്കണമെന്നോ? അതെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല.